നമസ്കാരം. ഭൂമിയെ കാത്തിരിക്കുന്നത് വൻ അപകടങ്ങളാണ്. 2025ഓടെ വലിയ പ്രതിസന്ധികൾ ഭൂമിയിൽ ഉണ്ടാകുമത്രേ. ഇതൊക്കെ വളരെ കൃത്യമായി ബാബ വാങ്കെ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. ആരാണ് ഈ ബാബ വാങ്ക? എന്താണ് ഇപ്പോൾ വീണ്ടും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ തലപൊക്കുന്നത്? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതോടെയാണ് വീണ്ടും ബാബ വാങ്കയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിയുന്നത്. മനുഷ്യരാശിയുടെ അന്ത്യത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രവചനങ്ങൾക്കായി വീണ്ടും വാങ്കയിലേക്കാണ് ശ്രദ്ധ പോകുന്നത്. ബാബ വാങ്കയുടെ പ്രവചനങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല എന്നതാണ് അടിവരയിട്ട് പറയേണ്ട കാര്യം. സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ബറാക് ഒബാമയുടെ പ്രസിഡന്റ് പദവി തുടങ്ങി ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് വരെ ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. 96 മരണപ്പെട്ട ബാബ വാങ്ക ഇന്നും ശ്രദ്ധാകേന്ദ്രമാകുന്നത് നിരവധി ഘടകങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ്. ബാബ വാങ്കയുടെ പ്രവചനങ്ങളൊന്നും തെറ്റാറില്ല എന്നതാണ് ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾക്ക് പിന്നിലെ കാര്യം. എന്തൊക്കെയാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ? അവയൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2025 ആഭ്യന്തര സംഘർഷം മൂലം യൂറോപ്പിന്റെ നാശം ബാബ വാങ്ക പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. 2028 വരികയാണെങ്കിൽ ഊർജ്ജ സ്രോതസ്സായി മനുഷ്യർ ശുക്രനെ പര്യവേഷണം ചെയ്യാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2033 വരികയാണെങ്കിൽ ധ്രുവീയ ഹിമപാളികൾ ഉരുകുകയും സമുദ്രനിരപ്പ് ആഗോളതലത്തിൽ അതിവേഗം ഉയരാനിടയാകുകയും ചെയ്യുമത്രേ. 2076 കമ്മ്യൂണിസം ലോകമെമ്പാടും വ്യാപിക്കും. 2130 മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം പുലർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2170 ഭൂമിയുടെ മിക്ക ഭാഗങ്ങളിലും വരൾച്ചയുണ്ടാകും. 3797 വരികയാണെങ്കിൽ ഭൂമി വാസയോഗ്യമല്ലാതാകും. 5079 ലോകമേ അവസാനിക്കും. ഇങ്ങനെയൊക്കെയാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ. മുൻ US പ്രസിഡന്റിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിരുന്നു എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ വന്നു നിറയുന്നത്. അതേപോലെ തന്നെ 2025 വലിയൊരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകുമെന്നും അവർ പ്രവചിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വീണ്ടും ബാബ വാങ്കയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ പോകാനുള്ള കാരണങ്ങൾ. ഭൂമിയിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും, മനുഷ്യജീവൻ തന്നെ വലിയ പ്രതിസന്ധിയിലാകും എന്ന തരത്തിലും പ്രവചനങ്ങൾ നീളുന്നു. 2024 AI ആവിർഭാവവും ലോകത്തെ കീഴടക്കാനുള്ള കഴിവും ബാബ വാങ്ക നേരത്തെ പ്രവചിച്ചു വെച്ച കാര്യങ്ങൾ തന്നെയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക മേഖലകൾ എന്നിവയെ തടസ്സപ്പെടുത്തുമെന്നും അവർ അവകാശപ്പെട്ടിരുന്നു. റെക്കോർഡ് ബ്രേക്കിംഗ് താപനില, കാട്ടുതീ, വരൾച്ച, സമുദ്രജീവികൾക്ക് ഭീഷണികൾ, മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ പ്രവചിച്ചു വെക്കാൻ 96 മരണപ്പെട്ടു പോയ ആരാണ് ഈ പറഞ്ഞ ബാബ വാങ്ക? 1911 ജനിച്ച ബാബ വാങ്കയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ കൊടുങ്കാറ്റിൽപ്പെട്ട് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. സംഭവത്തിന് ശേഷം ഭാവി പ്രവചിക്കാനുള്ള കഴിവ് അവരിലേക്ക് എത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബാബ വാങ്ക വങ്കേലിയ പാണ്ഡേവ ഗുഷ്ടെറോവ എന്നും അറിയപ്പെടുന്ന ഒരു ബൾഗേറിയൻ ക്ലെയർവോയന്റ് ആയിരുന്നു. മുൻകൂട്ടി കാര്യങ്ങളെ പ്രവചിക്കാനുള്ള ഇവരുടെ കഴിവ് അസാമാന്യമാണ്. എന്തായാലും വാങ്കയുടെ പ്രവചനങ്ങൾ നിഗൂഢവും സ്ഥിരീകരിക്കാനാകാത്തതുമാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2025 ലോകത്തിന്റെ അവസാനം ആരംഭിക്കുമെന്നാണ് വാങ്ക പറയുന്നത്. എന്നാൽ പൂർണ്ണമായും ഇല്ലാതാവുക 5079 ചില പ്രവചനങ്ങളുണ്ട്. ഭൂമിയും മനുഷ്യരുമെല്ലാം ഇല്ലാതെയാകുന്ന ഒരു കാലമാണ് വരാനിരിക്കുന്നത്. അതിലേക്കുള്ള തുടക്കമാകും 2025 സംഭവിക്കുക എന്നും അവർ പറയുന്നുണ്ട്. ബാബ വാങ്കയ്ക്ക് അമ്പരപ്പിക്കുന്ന പ്രവചനങ്ങൾ നടത്തുന്നതിൽ വലിയ കഴിവുണ്ടായിരുന്നു എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. 96 അന്തരിച്ചുവെങ്കിലും അവരുടെ പ്രവചനങ്ങൾ പലർക്കും ഇന്നും കൗതുകവും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. നിരവധി പ്രവചനങ്ങൾക്കിടയിൽ പുടിന്റെ, അതേപോലെ ഡൊണാൾഡ് ട്രംപിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന തരത്തിലൊക്കെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ബാബ വാങ്കയുടെ പ്രവചനം അനുസരിച്ച് ട്രംപ് ഒരു നിഗൂഢ രോഗത്തെ അഭിമുഖീകരിക്കും. അത് അദ്ദേഹത്തെ ബധിരനാക്കുകയും ബ്രെയിൻ ട്യൂമർ ബാധിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ട്രംപിന് ഈ പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല എങ്കിലും അടുത്തിടെ നടന്ന കൊലപാതക ശ്രമം അദ്ദേഹത്തിന്റെ ജീവിതം അപകടത്തിലാണ് എന്ന ബാബ വാങ്കയുടെ പ്രവചനത്തിന് ആക്കം കൂട്ടുന്നുവെന്നാണ് ചിലർ വാദിക്കുന്നത്. എന്തായാലും ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ ചിലത് നടന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അവരുടെ പ്രവചനങ്ങൾ നടക്കുമെന്നാണ് ഒരു വിഭാഗം ശക്തമായി വിശ്വസിക്കുന്നത്. എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.